ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അശ്വിൻ ആൻഡ് അദീസ് വ്ളോഗ്. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ മാമിയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നോടൊന്നും പറഞ്ഞില്ല, അപ്പോൾ അത് അവിടെ ഉണ്ടാക്കി തുടങ്ങി. അപ്പം നമ്മളിത് അങ്ങോട്ട് പോവുകയാണേ. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് അടുപ്പേ ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള സ്ലൈസ് ചെയ്തതും തക്കാളി സ്ലൈസ് ചെയ്തതും ഇട്ടതിന് ശേഷം അത് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉപ്പിട്ടിട്ടേക്കുവാണേ. ഇനി ബാക്കി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ സവാള നല്ല രീതിക്ക് വഴറ്റി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുത്തോണ്ടിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറണ്ട് പോയി. അപ്പോൾ അതിനകത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇരുട്ടായതുകൊണ്ട് കറണ്ട് പോയി. നമുക്ക് നല്ല ഇരുട്ടായതുകൊണ്ട് ഫോണിൻ്റെ ഫ്ലാഷ് അങ്ങനെ നമുക്ക് പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമ്മൾ ആദ്യമേ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ സവാള നല്ല രീതിക്ക് ചോപ്പ് ചെയ്താണ്, കുനുകുനാന്നരിഞ്ഞത് വേണം. സവാള ചോപ്പ് ചെയ്തിട്ടതിന് ശേഷം ഉപ്പിട്ടിളക്കിയതിന് ശേഷം സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി വേണം. എന്നിട്ട് തക്കാളിയും വാടി നല്ല രീതിക്ക് തന്നെ നമ്മൾ മറ്റേ ഉള്ളിക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നമുക്ക് ഇളക്കി സെറ്റാക്കി വെക്കണം. നമ്മുടെ പിള്ളേർ വണ്ടിയൊക്കെ വെച്ച് കളിച്ചോണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാമിയുടെ മൂത്ത മോൻ, ദോസു എന്ന് വിളിക്കും. അവൻ്റെ പേര് ദക്ഷിത് എന്നാണ്. എന്തോ ഒരു ഹായ് കൊടുത്തേക്ക്. അപ്പോൾ ഗൈസ്, കറണ്ട് വന്നു. നമ്മൾ പറഞ്ഞ പൊടികളെല്ലാം ഇട്ട് നല്ല രീതിക്ക് വാട്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ മാമി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ലൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കാണാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റേ ഉള്ളി നമ്മൾ മുട്ടക്കറി വഴറ്റുന്ന പോലെ എന്താണ് നമുക്കിനിയും അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ബ്രെഡ് ആഡ് ചെയ്തെടുത്തു. മാമി ഇളക്കും. അപ്പോൾ നമ്മളിത് നല്ല രീതിക്ക് തന്നെ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാ കൊണ്ടുവരികയാണ്. നമ്മുടെ ആദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം കൊണ്ടുവന്നു. ആദ്യം എൻ്റെ വായി വെച്ചാ ഇതാണ് നമ്മുടെ സാധനം കണ്ടോ. ഇതാണ് നമ്മുടെ ഉണ്ടാക്കി ലാസ്റ്റത്തെ റിസൾട്ട് വന്നത്. ഇതാണ് ഗൈസ്. നമ്മൾ ഈ അപ്പവും ചിക്കൻ കറിയും കഴിക്കുന്ന പോലെ തന്നെ ആ ടേസ്റ്റ് വേറെ എനിക്ക് പറയാൻ വയ്യ. പക്ഷെ നമ്മൾ അപ്പവും ചിക്കൻ കറി കഴിക്കുന്നല്ലേ, അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മസാല ഇട്ടുണ്ട്. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.